ഈജിപ്തിൽ അത് കഷ്ടങ്ങളും ദുഃഖങ്ങളും വേദനകളും അനുഭവിച്ച് അത് ജീവിതത്തിൽ കഷ്ടതയും നിരാശകളിൽ വരെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജനത്തിന്റെ കണ്ണുനീര് സർവശക്തനാകുന്ന യഹോവയാകുന്ന ദൈവം കണ്ടു. എൻ്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു. അവരെ കഷ്ടതയാകുന്ന അവരുടെ സങ്കടങ്ങൾ ഞാൻ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവരെ ചെയ്തു അത് രക്ഷിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു മോശയോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിച്ചപ്പോൾ അവയെ ചെങ്കടലിന് മുമ്പിൽ നിർത്തിയപ്പോൾ ഒരു വഴി അവരെ മുമ്പിൽ കാണാനില്ല. അതുകൊണ്ട് അവർ അത് മോശയോട് പറഞ്ഞു, മരുഭൂമിയിൽ അത് മരിക്കാൻ ഞങ്ങളെ കൊണ്ടുവന്നിരിക്കും, ഇസ്രായേലിൽ ശവക്കുടി ഇല്ലാഞ്ഞിട്ടാണോ എന്ന് മോശയോട് പറയാൻ തുടങ്ങിയപ്പോൾ മോശ അവരോട് പറഞ്ഞു, നിങ്ങൾ ഉറച്ചു നിൽപ്പിൻ, യഹോവ നിങ്ങൾക്ക് ചെയ്യുന്ന രക്ഷകളെ കണ്ടുകൊള്ളുവിൻ. ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമിനെ ഇനി ഒരു നാളും കാണുകയെന്ന് മോശ പറഞ്ഞ വാക്കിൽ അവർ വിശ്വാസത്തോടുകൂടി മുറുകെ പിടിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ അസാധ്യമായിരിക്കുന്ന ഒരിക്കലും മിസ്രയീമിന്റെ സൈന്യത്തിന് അവരെ അടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ചെങ്കടൽ രണ്ടായി വിഭാഗിച്ചുകൊണ്ട് അത് ഉണങ്ങിയ നിലമാക്കി അത് നടുവിലൂടെ അവരെ കടത്തിവിട്ട ദൈവം ഇന്നും ജീവിക്കുന്നു. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ആ യേശുവിനെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, ആ യേശു നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ സകല വഴികളും അടഞ്ഞു പോയിട്ടുണ്ടെങ്കിലും, എല്ലാ പ്രതിസന്ധികളായി മാറിയിട്ടുണ്ടെങ്കിലും, എല്ലാ പ്രതികൂലങ്ങളായി മാറിയിട്ടുണ്ടെങ്കിലും, ഇന്ന് പകലിനെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയട്ടെ, ഇന്ന് നീ ഇവിടെ നേടി നിൽക്കുമ്പോൾ തന്നെ നിനക്ക് വേണ്ടി ഒരു വഴി ദൈവം തുറക്കാൻ പോകുക, ഒരു വാതിൽ തുറക്കാൻ പോകുക. കാരണം യേശു ക്രിസ്തു വഴിയും സത്യവും ജീവനമാകുന്നു. അവനെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് വിളിച്ചു പറയട്ടെ.